കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശുവിലായിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാര്, കുടുംബങ്ങൾ, ഇവിടെയുള്ള കർത്താവിൻ്റെ ദാസനും കുടുംബത്തിനും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഒരു മാസത്തിന് ശേഷം പിന്നെയും നമുക്ക് യേശുവിലായിരിക്കാൻ കർത്താവ് തന്ന വിലപ്പെട്ട സന്ദർഭത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ദൈവവചനത്തിൽ നിന്ന് ആത്മീകമായ ഉപദേശങ്ങൾ കേട്ടും പഠിച്ചും അനുസരിച്ചും ജീവിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാനുള്ള ഒരു ഷോർട്ട് പീരീഡേ നമുക്ക് ഉള്ളൂ എന്നുള്ള കാര്യം ദൈവമക്കൾ മറന്നു പോകരുത്. സ്തോത്രം. ദീർഘമായ ഒരു പ്രൊജക്റ്റുകൾ തയ്യാറാക്കി ഇനി മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല എന്ന് പ്രാവചനിക സൂക്തങ്ങളിലൂടെ നമ്മൾ പഠിച്ചെടുക്കുകയാണ്. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ വന്ന വാർത്തകളൊക്കെ നിങ്ങൾ കേട്ട് കാണും. ഇസ്രയേലിനെതിരെ ഘോരമായ യുദ്ധത്തിന് വേണ്ടി അറബ് രാജ്യങ്ങൾ കൂട്ടം കൂടുകയാണ്, കോപ്പ് കെട്ടുകയാണ്. ഇസ്രയേൽ അവരെ ആക്രമിക്കാനും സ്വത്രം കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ നടുവിൽ റഷ്യ എന്നൊരു രാജ്യം അവരോടൊപ്പം ചേർന്ന് ഇസ്രയേലിനെ ആക്രമിക്കാൻ ഒരുങ്ങിയിരിക്കുക. ഇതാണ് ഞാൻ പറഞ്ഞു വന്ന വിഷയം. അത്തി തടുക്കുക എന്ന് പറഞ്ഞാൽ അത് 75 വർഷം മുമ്പ് നടന്ന കാര്യം. തടുത്തു. ഇപ്പോൾ ഇസ്രയേലിനെതിരെ ഒരു വലിയ യുദ്ധത്തിന് വേണ്ടി എഗസ്കേൽ പ്രവചനം 38-39 അധ്യായങ്ങളിൽ നമ്മൾ പഠിച്ചെടുക്കുന്ന പോലെ ഒരു വലിയ യുദ്ധത്തിന് വേണ്ടി കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. അതിൽ റഷ്യ അതിന്റെ പിന്നിലുണ്ട്. റഷ്യ ഈ അറബ് രാജ്യങ്ങളുമായിട്ട് സഖ്യത ചെയ്ത് ഇസ്രയേലിനെതിരെ ഒരു വലിയ യുദ്ധം നടക്കുകയാണെങ്കിൽ അതിനു മുൻപ് ദൈവസഭ മാറ്റപ്പെടുമെന്ന് വേദപണ്ഡിതന്മാർ ഒരേ ശബ്ദത്തിൽ പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം എടുത്ത് ഫോക്കസ് ചെയ്ത് പറയാനായിട്ട് ഇന്ന് പൽക്കാലം പ്രാരംഭ സമയം ഞാൻ ഉപയോഗിച്ചത്. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മൾ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കേണ്ട കാലഘട്ടം. മടികളും അലസതകളും എല്ലാം അങ്ങോട്ട് മറന്ന് ദൈവസനിൽ വന്നിരുന്ന ആത്മാവിൽ ആരാധിച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങേണ്ട കാലം അതിക്രമിച്ചിരിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ എപ്പോഴും പറയാറുള്ള പല്ലവി പിന്നെയും പറയുക, നമ്മള് 2 നിത്യതയാണ് നമുക്കുള്ളത്. 2 നിത്യത. ഒന്ന് സ്വർഗത്തിൽ, അല്ലെങ്കിൽ പറഞ്ഞോ, പേടിയുണ്ടോ പറയാൻ, നരകത്തിൽ സാത്താനും അവന്റെ കൂട്ടരുടെ കൂടെ നിത്യമായ യുഗായുഗങ്ങൾ സ്തോത്രം ലോകത്തിലെ മനുഷ്യർ മുഴുവൻ നല്ലൊരു ശതമാനം പോകേണ്ടി വരും. എന്നാൽ കർത്താവിന്റെ മക്കൾക്ക് മാത്രമേ കർത്താവിനോടൊപ്പം ജീവിക്കുവാൻ കഴിയത്തുള്ളൂ. 1000 ആണ്ട് വാഴ്ചയിലും പുതിയ ആകാശം പുതിയ ഭൂമിയിലും നമുക്ക് കോടാനുകോടി വർഷം ജീവിക്കുവാൻ ഒരു അവസരം സ്വർഗം നമുക്ക് ഒരുക്കി തന്നിരിക്കുക യേശു ക്രിസ്തുവിലൂടെ. അത് നഷ്ടപ്പെടുത്തി കളയരുത് ദൈവത്തോട്. സ്തോത്രം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു കൂട്ടായ്മയിൽ പോയി ശക്തിയോടെ പ്രസംഗിച്ചപ്പോ 70-80 സംവത്സരം ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി മനുഷ്യൻ കിടന്ന് കാണിക്കുന്ന അക്രാന്തം വളരെ വലുതാണ്. എന്നാൽ ആത്മീകരാകുന്ന നമ്മൾ അങ്ങനെ ആകരുത്. 70-80 സംവത്സരം കഴിഞ്ഞാൽ സ്തോത്രം നമുക്ക് സ്വർഗത്തിൽ കർത്താവിനോടൊപ്പം ആയിരിക്കാമെന്നുള്ള സന്തോഷവും പ്രത്യാശയുമാണ് നമ്മളെ മുൻപോട്ട് നയിക്കുന്നത്. എന്നാൽ ലോക മനുഷ്യൻ 70-80 സംവത്സരം ഈ ഭൂമിയിൽ ജീവിക്കാൻ എന്തൊക്കെ അവൻ കാട്ടിക്കൂട്ടുന്നു, അത് തന്നെ ഇന്ന് ആത്മീകരും എന്ന് പറയുന്നവർ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ദുഃഖകരമായ ഒരവസ്ഥ. അതുകൊണ്ട് ദൈവമക്കളെ, ഇത് മനസ്സിലാക്കി നമ്മൾ കർത്താവിന്റെ വരവിൽ പ്രത്യാശയോടെ ഒരുങ്ങിയിരിക്കണമെന്ന് ഞാൻ നിങ്ങളെ പിന്നെയും പ്രബോധിപ്പിക്കുന്നു. മുഖം കൂടാതെ വിഷയത്തിലേക്ക് വേഗത്തിൽ കടക്കുന്നു. ഇന്ന് സഹോദരൻ ഒരു 12 നമുക്ക് നിർത്തേണ്ടത് ആവശ്യമുണ്ട്. ദേവദാസനത് പറഞ്ഞപ്പോൾ ഞാനത് പാലിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. 2 മണിക്കൂറാണ് കുറഞ്ഞത് നമ്മൾ ദൈവദിന പ്രഘോഷണത്തിനായിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമ്മൾ കൊലോസ് ലേഖനമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. അതിന്റെ 2 മുതലുള്ള വാക്യങ്ങൾ, 4-ന്റെ 1 നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചു നിർത്തിയതാണ്. 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 1-ാമത്തെ വാക്യം മാത്രം വായിക്കാം. 4-ന്റെ 2 പ്രാർത്ഥനയിൽ മതി പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, കൊലോസ് ലേഖനത്തിൽ പഠിക്കുവാൻ ഇന്ന് പൽക്കാലം പിന്നെയും
ഞങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുന്നു. കർത്താവെ, അവിടെ നിന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ, അവിടെ നിന്ന് ഞങ്ങളെ ഗ്രഹിപ്പിക്കണമേ. സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞല്ലോ. ആ ആത്മീകമായ അനുഭവം ഇന്ന് പൽക്കാലം ഞങ്ങൾക്ക് ഉണ്ടാകണം. സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങൾ ആഴത്തിൽ പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി കർത്താവിന്റെ വരവിന്റെ പ്രത്യാശയിൽ നിലനിൽക്കുവാൻ ഈ വചനപഠനം, വചനകേൾവി മുഖാന്തരമായി ഭവിക്കണം. വചനത്തിനെതിരെ വ്യാപരിക്കുന്ന എല്ലാ ദുഷ്ടവ്യാപാരങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ഈ പ്രിയ ജനത്തിന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കണം. വചനങ്ങൾ ആഴത്തിൽ പതിയുവാനിടയാകണം. സർവമഹത്വവും പിതാവിന് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണം നല്ല പിതാവേ. കൊലോസ്യ ലേഖനത്തിന്റെ പഠനത്തിന്റെ അവസാന അധ്യായത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. കൊലോസ്യ ലേഖനത്തിലെ ഗോൾഡൻ ചാപ്റ്റർ ഏതാണെന്ന് ചോദിച്ചാൽ, കൊലോസ്യ ലേഖനത്തിലെ ഗോൾഡൻ ചാപ്റ്റർ അതിന്റെ 3-ാമത്തെ അധ്യായമാണെന്ന് വേദപണ്ഡിതന്മാർ പറയുന്നു. കൊലോസ്യ ലേഖനത്തിലെ ഗോൾഡൻ വേർഡ്, സ്വർണവാക്യം ഏതാണെന്ന് ചോദിച്ചാൽ, കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1, 2, 3, 4 വാക്യങ്ങൾ. ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. വായിച്ചിട്ട് അധ്യായത്തിലേക്ക് കടന്നു വരാം. പെട്ടെന്ന് വായിച്ചാൽ. ആമേൻ, ആമേൻ, ആമേൻ. അടുത്ത് മതി. സ്തോത്രം. ഈ കൊലോസ്യ ലേഖനത്തിലെ 3-ാം അധ്യായത്തിലെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ അധികം പ്രസംഗിക്കപ്പെടാറില്ലെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. ഞങ്ങളൊക്കെ എന്തുകൊണ്ട് ഇത് പ്രസംഗിക്കുന്നു ചോദിച്ചാൽ, ഞങ്ങളെ ദൈവവചനം പരമേൽപ്പിച്ചിരിക്കുന്നതുകൊണ്ട് ഇത് പ്രസംഗിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഇത് നിത്യതയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ, ഈ ഉയർപ്പ് എങ്ങനെയുള്ള ഉയർപ്പാണെന്ന് കൊലോസ്യ ലേഖനം 2-ന്റെ 12-ാം വാക്യം വായിക്കാം. വായിക്കാം. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടി അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ നിങ്ങളും അവനോടുകൂടി. അതാണ് ആ ഉയർപ്പ്. എല്ലാവരും ചിന്തിക്കുക, എന്താ ഈ ഉയർപ്പ്? ലാസർ ഉയർത്തെഴുന്നേറ്റ ഒരു ഉയർപ്പാണോ? അല്ലെങ്കിൽ യേശുക്രിസ്തുവിന് കിട്ടിയ രൂപാന്തര ശരീരത്തിൽ പോലുള്ള ഉയർപ്പാണോ? അല്ല, ഒരു ആത്മീകമായ ഉയർപ്പ്. ഇത് വളരെ വിവാദവാക്യമാണിത്, 2-ന്റെ 12. എന്നാൽ 3-ന്റെ 1 പറയുന്നു, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ. ഏതാണ് ആ ഉയർപ്പ്? സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടി അടക്കപ്പെടുകയും അവരെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയാലുള്ള വിശ്വാസത്താൽ നിങ്ങളും അവനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അങ്ങനെ ആത്മീകമായ ദൈവത്തിന്റെ വ്യാപാര ശക്തിയാലുള്ള വിശ്വാസത്താൽ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ദൈവസഭ, ദൈവമക്കൾ, ദൈവത്തിന്റെ കുഞ്ഞുങ്ങളോടാണ് പൗലൂസ് പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. അപ്പോ ആ ആത്മീയമായ ഉയർത്തെഴുന്നേൽപ്പ് പ്രാപിച്ച ദൈവസഭ, ദൈവമക്കൾ എന്ത് ചെയ്യണം? ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. നമ്മളാണോ നമ്മൾ ചെയ്യുന്നത്? ഞാനും എൻ്റെ മനസ്സാക്ഷിയോട് ഞാനും ചോദിക്കുന്നു, നിങ്ങളും ചോദിക്കുന്നു, നിങ്ങളെ മനസ്സാക്ഷിയോട് ചോദിക്കുന്നു. നമ്മളൊക്കെ ഉയരത്തിലുള്ളത് ചിന്തിച്ചുകൊണ്ടാണ്. ആണോ? നമ്മളൊക്കെ പിടിക്കപ്പെടുക ആ വാക്യത്തിൽ. പൗലോസ് പറയുന്നു, ആത്മീയമായ ഉയർത്തെഴുന്നേൽപ്പ് ലഭിച്ച ദൈവമക്കൾ ഉയരത്തിലുള്ളത് ചിന്തിക്കണം. നമ്മൾ പിടിക്കപ്പെടുന്ന മേഖലയായിട്ടോ ഇത്, ഇൻക്ലൂഡിങ് മീ. ഞാൻ എന്നെ കൂടി ചേർത്ത് പറയുക. നമ്മള് ആത്മീകമായ ദൈവത്തിന്റെ വ്യാപാര ശക്തിയാലുള്ള ഉയർപ്പ് ലഭിച്ചവരാണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഉയരത്തിലുള്ളത്, ഭൂമിയിലുള്ളതല്ല. സ്തോത്രം. ഫിലിപ്പിയ ലേഖനം അതിന്റെ 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ, ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നിത്യമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ ഇതൊക്കെയും ചിന്തിച്ചുകൊള്ളീ. ഓ, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടോ ദൈവമക്കളെ? നമ്മൾ അങ്ങനെ ചിന്തിക്കണമെന്നാ വചനം പറയുന്നത്. സോറി.
ദൈവവചനം പറയുന്നു, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തി, സൽഗുണം, പുകഴ്ച ഇതൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. ഇത് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ഉയരത്തിലുള്ളത് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഭൂമിയിലുള്ളത് ചിന്തിക്കുക. ഹല്ലേലൂയ. എന്തുകൊണ്ടാ ഭൂമിയിലുള്ളത് ചിന്തിക്കരുത് ഉയരത്തിലുള്ളത് ചിന്തിക്കണമെന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം പറയാം. ഈ ഭൂമി സർവ്വലോകവും അതാ എന്റെ കാര്യം. ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കരുത്. ഇവിടുത്തെ വിദ്യാഭ്യാസം, ഇവിടുത്തെ മതങ്ങൾ, ഇവിടുത്തെ രാഷ്ട്രീയം, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ദുഷ്ടനായ സാത്താന്റെ നിയന്ത്രണം അതിന്മേലുണ്ട്. എന്നാൽ സ്വർഗീയമായ കാര്യങ്ങളിൽ അവർ യാതൊരു സ്വത്രം തടയാനും അവർ കഴിയത്തില്ല. സ്വർഗത്തിലെ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് സന്തോഷിക്കുമ്പോൾ നമ്മളോട് പോരാടാൻ പിശാചിന് കഴിയില്ല. എന്നാൽ ഈ ലോകത്തിന്റെ കാര്യങ്ങൾ ചിന്തിച്ച് ലോകത്തിന്റെ വിഷയമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും പിശാച് കൊണ്ടുപോയി കൊടുക്കാൻ കഴിയും. ഈയിടയ്ക്ക് എന്നോടൊരു ഭക്തൻ പറഞ്ഞു, പിശാച് എന്നെ കൊണ്ടുപോയി കുടിക്കുന്നു. ഞാൻ ചോദിച്ചു എന്താ പറ്റി? പുറത്തു പറയാൻ പറ്റാത്ത വിഷയം, അതോടെ ഞാൻ പറയുന്നില്ല. പുള്ളിയെ കുടിക്കളഞ്ഞു പിശാച്. എന്താ കാര്യം? ഈ ലോകത്തിലെ വിഷയങ്ങളുടെ പുറകെ ഇങ്ങനെ പോവുക. പിശാച് കൊണ്ടുവന്ന് അങ്ങ് ബ്ലോക്ക് ചെയ്തു. ഇപ്പൊ കിടന്ന് അയ്യം വിളിക്കും. വിടുതലുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ എനിക്കറിയത്തില്ല. വചനവസ്ഥ തെറ്റിച്ചു കഴിഞ്ഞാൽ എന്നെ വിടുതല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ലോകത്തിലെ കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഒരു കുഞ്ഞിന്റെ വിവാഹം നടത്തുന്നു, ഓരോ വീട് വെക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഭൗതിക കാര്യങ്ങൾ ചെയ്യുന്നു, ഒരു യാത്ര നടത്തുന്നു, ലോകത്തിലെ കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കാതിരിക്കാൻ പറ്റത്തില്ല. എന്നാൽ ആത്യന്തികമായി നമ്മൾ ചിന്തിക്കേണ്ടത് ഉയരത്തിലെ വിഷയങ്ങളാണ്, ആത്മീക വിഷയങ്ങളാണ്, സ്വർഗീയ വിഷയങ്ങളാണ്, സ്വർഗത്തെക്കുറിച്ചാണ്. യേശു കർത്താവിന് വഴികാട്ടിയായി വന്ന യോഹന്നാൻ സ്നാപകന്റെ പ്രധാന പ്രസംഗ വിഷയം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. യേശു കർത്താവിന്റെ പ്രസംഗം ദൈവരാജ്യം, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. പൗലൂസിന്റെ പ്രസംഗം പ്രവൃത്തി പുസ്തകം 28-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കിയാൽ ദൈവരാജ്യത്തെ കുറിച്ച് പൗലൂസ് പ്രസംഗിച്ചു. ഇന്നത്തെ പ്രിയപ്പെട്ടവർക്ക് എന്ത് പറ്റി ഈ വിഷയം പ്രസംഗിക്കാൻ കഴിയാതിരിക്കുന്നതിന്റെ കാരണം ഭൂമിയിലുള്ളത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാണെന്ന് നമ്മൾക്കാലം മനസ്സിലാക്കണം. ഉയരത്തിലുള്ളത് ചിന്തിച്ച്, ഉയരത്തിലുള്ളത് അന്വേഷിച്ച്. അതാ ഞാൻ ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം കുറിച്ചിട്ടോണം. എവിടെ എത്ര കാര്യങ്ങളാണ് പറയുന്നത്? 8 കൂട്ടം കാര്യങ്ങളാണ് പറയുന്നത്. 8 കൂട്ടം കാര്യങ്ങൾ. ഉയരത്തിലുള്ളത് ചിന്തിക്കുക, ഉയരത്തിലുള്ളത് അന്വേഷിക്കുക. ഘനമായത്, സത്യമായത്, നീതിയായത്, നിർമ്മലമായത്, രമ്യമായത്, സൽകീർത്തിയായത്, സൽഗുണ, പുകഴ്ചോ ഇതൊക്കെ ചിന്തിച്ചു കൊള്ളണം. ഇനി നമ്മൾ കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് വരിക. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. അതിന്റെ ഈ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ എന്നുള്ള ഇംഗ്ലീഷിന്റെ KJV ട്രാൻസ്ലേഷൻ ഞാൻ എന്റെ ചെറിയ ന്യൂ ടെസ്റ്റ്മെന്റ് ഇംഗ്ലീഷ് ഇവിടെ കൊണ്ടുപോകുന്നു. അത് വായിച്ചു. അതിന്റെ 2-ാമത്തെ വാക്യം 3:2 കൊലോസ്യർ 3:2. Set your affection on things above, not on things on the earth. എന്താ അതിന്റെ അർത്ഥം? ഉയരത്തിലുള്ള ചിന്ത. അതിന് ഈ എഫക്ഷൻ എന്നുള്ള വാക്കിന് ഞാൻ ഡിക്ഷണറി എടുത്ത് തപ്പി, നേരത്തെ ഞാൻ തപ്പിയത് വെച്ചാൽ അതിൽ എഴുതിയിരിക്കുന്നത് സ്വർഗത്തെക്കുറിച്ചുള്ള ആസക്തി, സ്വർഗത്തെക്കുറിച്ചുള്ള വികാരം, സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതിപത്തി, അതായിരിക്കണം നമ്മുടെ ചിന്തയിൽ ഉണ്ടായിരിക്കണം. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഈ മലയാള വേദപുസ്തകത്തേക്കാൾ കുറച്ചുകൂടി അർത്ഥഗാംഭീര്യമാണ് ഇംഗ്ലീഷിന്റെ. അത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനത് ഇംഗ്ലീഷിൽ ഒന്ന് നോട്ട് ചെയ്ത് സ്റ്റഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം മർമ്മപ്രസക്തമായ കാര്യങ്ങൾ. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, ഒന്ന് വായിച്ചേ. റോമർ 8:1 ഇംഗ്ലീഷ് ബൈബിളിൽ ഒന്ന് വായിച്ചേ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാം. കർത്താവിന്റെ ദാസന്മാർ മനസ്സിലാക്കണം. 8:1 KJV ട്രാൻസ്ലേഷൻ തന്നെ നമ്മൾ എടുത്ത് വായിക്കുന്നതാണ് നല്ലതെന്ന് എന്റെ ഓർമ്മ. റോമർ 8:1. Hallelujah, hallelujah, hallelujah. There is therefore now no condemnation to those who are in Christ Jesus, who do not walk according to the flesh, but according to the Spirit. അതിന്റെ മലയാളം നമ്മൾ വായിച്ചപ്പോൾ അന്ന് അങ്ങനെയല്ല. അത് യഥാർത്ഥ ഇംഗ്ലീഷിന്റെ തർജ്ജിമ മുമ്പ് വായിച്ചത് അവർക്ക് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ ശിക്ഷാവിധിയില്ല.
ജഡത്തെ അനുസരിച്ച് നടക്കാതെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നിങ്ങൾക്ക് നോ കണ്ടമിനേഷൻ. അങ്ങനെയുള്ളവർക്ക് ശിക്ഷാവധി ഇല്ലാതെ ശിക്ഷാവധി ഉണ്ടെന്ന് അതിന്റെ അർത്ഥം. ഞാൻ പറഞ്ഞതിന്റെ കാര്യം, ഈ KJV ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷ് ചില തർജ്ജമകൾ, ചില പശുകൾ മലയാളത്തിലുണ്ട്. അത് ഇംഗ്ലീഷിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. മലയാളത്തിലേക്ക് വരുമ്പോൾ അത് ഉൾട്ടായിട്ടൊക്കെ കിട്ടും. കാരണം ഈ മലയാള തർജ്ജമ ചെയ്തത് തന്നെ മേനോന്മാരും നമ്പൂരിമാരും ഒക്കെയാ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് കുറെ പെശകൾ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഇംഗ്ലീഷ് വേദപുസ്തകം വെച്ച് തന്നെ പഠിച്ച് മുമ്പോട്ട് പോകണം, അല്ലെങ്കിൽ നമുക്ക് പാളിച്ചകൾ സംഭവിക്കും. അപ്പൊ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മൾക്ക് എന്തില്ല? ശിക്ഷാവിധി. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാഭിഷേകം പ്രാപിച്ച് ആത്മാവിനെ അനുസരിച്ചാണോ ഞാൻ നിങ്ങൾ നടക്കുന്നത്? അതോ നമ്മുടെ ഇഷ്ടപ്രകാരമാണോ നടക്കുന്നത്? അതോ ജഡത്തിലാണോ നടക്കുന്നത്? റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? 7-8 വരെ. അതുകൊണ്ട് ഇപ്പോൾ വായിച്ചു. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വന്നിരിക്കുന്നു. അതിന്റെ 5 തൊട്ട് വായിച്ചു. അപ്പം ജഡസ്വഭാവം ഉള്ളവരാണെങ്കിൽ ജഡത്തിലുള്ളത് ചിന്തിച്ചുകൊണ്ടിരിക്കും. എന്നാൽ നമ്മളിൽ ആത്മസ്വഭാവം ഉണ്ടെങ്കിൽ ദൈവിക കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. വിഷയം അതാ. ഇന്നത്തെ ആത്മീയ ഗോളം നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, ഇന്ന് നടക്കുന്ന മീറ്റിങ്ങുകളോ പ്രോഗ്രാമുകളോ എല്ലാം നോക്കിയാൽ, പണ്ടൊക്കെ ദേവദാസന്മാർ കൺവെൻഷൻ നടത്തുമ്പോ പറഞ്ഞു കേട്ടിട്ടുള്ളതാ, പന്തലിടാൻ നേരത്ത് അഭിഷേകം പ്രാപിച്ചവനെ കൊണ്ട് പന്തൽ ഇടാനായിട്ട് കുഴി ഒഴിപ്പിക്കത്തുള്ളൂ. ഇനിയിപ്പോ മുറുക്കി തുപ്പുന്നവനൊക്കെ പൂർവ്വം തുപ്പിയിട്ടാണ് കുടിച്ചോണ്ടിരിക്കുന്നത്. ശരിയല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? പിതാക്കന്മാർ പറഞ്ഞു കേട്ട. IPC-യിലെ പ്രധാന GG ഉമ്മച്ചൻ, പാസ്റ്റർ CC ജോർജ്, K എബ്രഹാം സാറ്, അതുപോലെ ഫിലിപ്പച്ചാന്, അത് പഴയ വിശുദ്ധന്മാരായ ദേവദാസന്മാർ പറഞ്ഞു കേട്ടുള്ള അറിവാണ് ഞാൻ ഈ പറയുന്നേ. പന്തൽ കുടിക്കാൻ വരുന്നവൻ ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷ പറഞ്ഞാണ് പന്തലിന് വേണ്ടി കുഴിയെടുക്കുന്നത്. ഇന്ന് ആ സ്ഥാനത്ത് മുറുക്കി തുപ്പി പുകയോ സൂത്രം സിഗരറ്റും വലിച്ച് ബീഡിയും വലിച്ച്, കാരണം വിശുദ്ധന്മാരില്ല കുടിക്കാൻ. കാശുണ്ട്, നമുക്ക് ധനമുണ്ട്. ആ പൈസ വെച്ച് ഗുണം പിടിക്കാത്തവരെ കൊണ്ടുവന്നാണ് കുഴിച്ച് പന്തലിടുന്നത്. ദൈവമക്കളെ, ഞാൻ പറയുന്നതിന്റെ ഉദ്ദേശശുദ്ധി നമ്മൾ മനസ്സിലാക്കുക. ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ സഭകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നിങ്ങളൊന്ന് വായിച്ചേ. 1 കൊരിന്ത്യർ 14-15. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പിൽക്കാലം നമ്മളെ ശരിക്കും ഒന്ന് ഇടപെടാൻ പോവാ. നമ്മൾ അന്ന് വായിച്ചാൽ ആകയാലെന്ത്? ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. എന്താ പൗലോസ് എഴുതി? ഞാൻ ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ട് പാടും. ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. നമ്മളിപ്പോ ഏതൊക്കെ നിലയിലാണ് പ്രാർത്ഥിക്കുന്നത്? അത് ചിന്തിച്ചു. നമ്മളെ ദൈവം ഒന്ന് രൂപാന്തരപ്പെടുത്താൻ ആഗ്രഹിക്കുക. കർത്താവിന്റെ ഒരുക്കാൻ ശുദ്ധീകരണത്തിന് ദൂത അനുവൽക്കാരം തരുന്നേ. നമ്മുടെ പാട്ടുകൾ ബുദ്ധി കൊണ്ട് മാത്രം ഒതുങ്ങി പോവാണ്. ഞാൻ ഇന്നലെ ക്ലാസ് വിളിച്ചപ്പോൾ ഇന്ന് നമുക്ക് അത്യാവശ്യമായിട്ട് പോകണം, അപ്പൊ അതുകൊണ്ട് അധികം പാട്ടൊന്നും പാടാൻ പറ്റില്ല, ഒരു പാട്ട് പാടാമെന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് ഞാനൊരു കാര്യം കൂടെ അങ്ങോട്ട് പറഞ്ഞു, ഒരു പാട്ട് പകുതി പാടിയിട്ട് പിന്നെ നമുക്ക് ആത്മാവിൽ പാടാനുണ്ട്. സ്വത്രം. പൗലോസ് പറയുന്നു, ബുദ്ധി കൊണ്ട് പാടും, ആത്മാവ് കൊണ്ട് പാടും. ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും, ആത്മാവിൽ പ്രാർത്ഥിക്കും. ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ കരം ചലിക്കും. ബുദ്ധി കൊണ്ട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിച്ച് നമ്മൾ കൊഴിയും. ഓ ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവിന്റെ അനുഭവം നമുക്കുണ്ടാകണം. ഞാൻ പറയുന്നത്, പാട്ടെടുത്ത് നമ്മൾ അങ്ങോട്ട് പാടിക്കോ. പാടി തുടങ്ങി പകുതിയാകാൻ നേരത്തെ ആ പാട്ടൊക്കെ ആത്മാവിലുള്ള പാട്ടായി. നിങ്ങൾ കൂടി വരുമ്പോൾ എന്തൊക്കെയുണ്ട്? സങ്കീർത്തനമുണ്ട്, അന്യഭാഷയുണ്ട്, പ്രബോധനമുണ്ട്, ആത്മീയ ഗീതങ്ങളുണ്ട്. അതാ പാട്ടെന്ന് പറഞ്ഞാൽ ആത്മാവിൽ പാടുന്ന പാട്ട്. ആത്മാവിൽ പാടുന്ന പാട്ട്. പൗലോസ് ശീലാസും കൂടി കാരാഗ്രഹത്തിൽ കിടന്നുണ്ട്. ഞാൻ എപ്പോഴും പറഞ്ഞതാണ്, ക്ഷമിക്കണം. പൗലോസ് ശീലാസിനോട് പറയാ, ശീലാസെ, നീ കുറച്ചുകൂടി ന്യായമായിട്ട് ഇടപെട്ടിരുന്നെങ്കിൽ നമ്മളിവിടെ വർദ്ധിക്കുക. അവിടെ ശീലാസ് പൗലോസിനോട് പറയാ, പൗലോസ്, നിങ്ങളാണ് കുറെ തീവ്രവാദി ഒരാൾ പോലെ ഇടപെട്ടത്, അതുകൊണ്ട് നമ്മൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല അവർ ചെയ്യുന്നത്.
അവർ ആ കാരാഗ്രഹത്തിൽ കിടക്കുന്ന സമയത്ത് അവർ കർത്താവിനെ ആത്മാവിൽ പാടി ആരാധിച്ചു. ആത്മാവിന്റെ ആരാധന വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദുഷ്ടനായ സാത്താൻ കെട്ടിയിരിക്കുന്ന ചങ്ങലയുടെ കെട്ടുകളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പൊട്ടിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. കഴുത്തിന് കുത്തി കാരാഗ്രഹത്തിന്റെ ഉള്ളിലേക്ക് ഇട്ട ആ കാരാഗ്രഹ പ്രമാണികൾ വന്ന് ചോദിക്കുക, യജമാനന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണം? അവിടെ എന്താ സംഭവിച്ചത്? ആത്മാവിന്റെ ആരാധന വെളിപ്പെട്ടപ്പോൾ ദുഷ്ടനായ സാത്താന്റെ പ്രവൃത്തിയുടെ മേൽ ദൈവത്തിന്റെ കരം പ്രവർത്തിക്കാനിടയായി. ഈ ദിവസങ്ങളിൽ നമ്മൾ ആ അനുഭവത്തിലേക്ക് വരണം പ്രിയമുള്ളവരെ. ആ അനുഭവത്തിലേക്ക് നമ്മൾ വരണം. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കുവാനും പാടുവാനും ആരാധിക്കുവാനും വചനങ്ങൾ ശുശ്രൂഷിക്കുവാനും നമുക്ക് ആത്മീയമായി കഴിയണം. അല്ലെങ്കിൽ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന പ്രതിസന്ധികളും പോരാട്ടങ്ങളും വരുമ്പോൾ, ജാർഖണ്ഡിലാണോ എവിടെയാണെന്ന് അറിയത്തില്ല, ഇന്നലെ ഒരു 19 പേര് ദൈവമക്കൾക്കെതിരെ പ്രതിജ്ഞ, ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടോ, നോക്കിയാൽ അറിയാം, വായിച്ചാൽ അറിയാം. ഒരു വലിയ സംഘം ജനം ഇരുന്നുകൊണ്ട് കയ്യിൽ വാളും കത്തിയൊക്കെ പിടിച്ചുകൊണ്ട് ക്രിസ്ത്യാനികൾക്കെതിരെ വെല്ലുവിളി ഉയർത്തുക. ഞങ്ങൾ കൊല്ലാൻ പോവുകയാണ്, അവിടെ പെണ്ണുങ്ങളെ ഞങ്ങൾ പീഡിപ്പിക്കാൻ പോവുകയാണ്, ഞങ്ങളുടെ ഈ ദേശത്തുള്ള ക്രൈസ്തവ സമൂഹത്തോട് ഞങ്ങൾ യുദ്ധം ചെയ്യാൻ പോവുകയാണെന്ന് അവർ പ്രതിജ്ഞ എടുത്തു. നാളെ കേരളക്കരയിലും തലോലപ്പറമ്പിലും ഞാൻ താമസിക്കുന്ന പാലാരിവട്ടത്തും മാമംഗലത്തുമൊക്കെ ഇങ്ങനെ ഒരു കൂട്ടം ജനം എഴുന്നേറ്റ് വലിയ പ്രതിജ്ഞയൊക്കെ എടുത്ത് നമുക്കെതിരെ തിരിയാൻ തുടങ്ങിയാൽ നമ്മുടെ അവസ്ഥ എന്താണെന്ന് ഞാനിപ്പോ ചിന്തിച്ചുള്ളത്. എന്റെ ദൈവവചനം പഠിപ്പിച്ച ദൈവദാസൻ പറയുക, മരിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കണം. മരിക്കാൻ. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയായിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. നാം കർത്താവിന് വേണ്ടി മരിക്കാൻ ഇറങ്ങിയാൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ ഇടയായിത്തീരും. നമുക്കെതിരെ ശത്രുക്കൾ കൂട്ടം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ഭാരതത്തിൽ ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. തമിഴ്നാട് ഉൾപ്പെടെ ഇന്ത്യയുടെ 28 സംസ്ഥാനങ്ങളിൽ 27 സംസ്ഥാനങ്ങളിലും സുവിശേഷത്തിനെതിരെ അതിഘോരമായ ശക്തമായ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ചോദിക്കും, കേരളം ഫ്രീ ആണോ? അല്ല, അവിടെ ഇവിടങ്ങളിലുണ്ട്, നമ്മൾ അറിയാതിരിക്കുന്നതേ ഉള്ളൂ. ഒരു സ്നാനക്കുളവും പാർട്ടി താമസിക്കുന്ന പാഴ്സനേജും ബുൾഡോസറും കൊണ്ടൊന്ന് ഇടിച്ചു നിരത്തി ഈ കേരളക്കരയിലെ ആ സ്ഥലം ഞാൻ ഓർക്കുന്നില്ല. പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു കൂട്ടം വിശ്വാസികളായിരുന്നു അവർ കേസിനും കോടതിക്കും പോയിട്ട് എന്താ കാര്യം? കുത്തിയിരുന്ന് പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടോ? പൗലൂസിനെ പോലെ, ശീലാസിനെ പോലെ, പത്രോസിനെ പോലെ പ്രതികൂലങ്ങൾ വരുമ്പോൾ ദൈവസന്നിധിയിൽ കരയാനും നിലവിളിക്കാനും ആത്മാവിൽ പ്രാർത്ഥിക്കാനും ആത്മാവിൽ ആരാധിക്കാനും ദൈവസഭ മുൻപോട്ട് വന്നാൽ പ്രശ്നങ്ങളെ ദൈവം എതിരേൽക്കാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിച്ച കൊലോസ്യർക്ക് മടങ്ങി വരികയാണ്. സ്തോത്രം, സ്തോത്രം. അപ്പൊ നമ്മുടെ എഫക്ഷൻ, നമ്മുടെ ചിന്തകൾ എന്തായിരിക്കണം? ഉയരത്തിലുള്ളതായിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ആസക്തി, നമ്മുടെ വികാരം, നമ്മുടെ പ്രതിപത്തി, സ്തോത്രം, സെറ്റ് യുവർ എഫക്ഷൻ. നമ്മുടെ മൈൻഡ് ഉയരത്തിലുള്ളത് ചിന്തിക്കാനായിട്ട് സെറ്റ് ചെയ്യണം. ഉയരത്തിലുള്ളത് ചിന്തിക്കാനായിട്ട് നമ്മുടെ മനസ്സിനെ അങ്ങോട്ട് സെറ്റ് ചെയ്തെടുക്കണം. അത് പ്രാർത്ഥനയിലൂടെ, വചനധ്യാനത്തിലൂടെ, അത് ആത്മാവിൽ നമ്മളത് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ചിന്തകളെല്ലാം ഉയരത്തിലുള്ളതായി. ഹല്ലേലൂയ. അങ്ങനെ ഉയരത്തിലുള്ളത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പിശാചിനെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല പ്രിയമുള്ളവരെ. ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടും. ഇവിടെ പറയുന്ന വേറൊരു വിഷയത്തിലേക്ക് ഞാൻ വരുന്നു. സ്തോത്രം. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടി ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടി തേജസ്സിൽ വെളിപ്പെടും. ഈ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ, കർത്താവ് വാനമേഘത്തിൽ വരുമ്പോൾ നമ്മൾ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെ വെളിപ്പെടുമെന്നാണ് അതിന്റെ അർത്ഥം. 1 യോഹന്നാൻ 3-ന്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ, സ്തോത്രം, അത് വായിച്ചേ. 1 യോഹന്നാൻ 3-ന്റെ 2-3 വാക്യങ്ങൾ. ആമേൻ. ആയില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ എനിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. യേശു കർത്താവ് വാനമേഘത്തിൽ വരുമ്പോൾ നമ്മുടെ ഈ രോഗമുള്ള, കഷ്ടതയുള്ള, ബുദ്ധിമുട്ടുള്ള, ഞെരുക്കമുള്ള ഈ ശരീരം മാറിയിട്ട്
യേശു കർത്താവിന് കിട്ടിയ രൂപാന്തര ശരീരത്തോട് തതുല്യമായ ഒരു ശരീരത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടുമെന്നാണ് യോഹന്നാൻ അപ്പോസ്തലൻ എഴുതി വെച്ചിരിക്കുന്നത്. അത് തന്നെയാണ് പൗലോസ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടി തേജസ്സിൽ വെളിപ്പെടും. തേജസ്സിന്റെ ശരീരം. ഈ ശരീരത്തിൽ നിന്ന് മാറ്റപ്പെടാൻ ആരാ ആഗ്രഹിക്കാത്തത്? ഗുണം പിടിക്കാതെ ജീവിക്കുന്നവരൊക്കെ ആഗ്രഹിക്കും ഇങ്ങനെ ഇരിക്കുക, സന്തോഷിച്ചു പോയാൽ മതി. എനിക്ക് മാനസാന്തരപ്പെട്ട് ദൈവമക്കളായി ജീവിക്കുന്നവരായിരിക്കും. കഴിഞ്ഞ ദിവസം ഞാനൊരു സഹോദരി ചോദിച്ചു, എന്തൊക്കെ ഉണ്ട് ചില വിശേഷമൊന്നും. എന്നോട് ചോദിച്ചു, ക്ഷീണിച്ചു പോയല്ലോ. ഞാൻ പറഞ്ഞു, ഒത്തിരി ക്ഷീണിച്ചു. പുറമേ ഉള്ളവൻ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു, പക്ഷെ അകത്തുള്ളവൻ ബലത്തോടെ ഇരിക്കുക. ഓരോ ദിവസം കൃപ തരുന്നു കർത്താവ്. എന്ന് മരിച്ചാലും ഒരു കുഴപ്പമില്ല. ഈ മരണത്തെക്കുറിച്ച് ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒന്ന് പറഞ്ഞ ആരെങ്കിലും മരണസമയത്ത് നമ്മൾ കേൾക്കത്തുള്ളൂ. അതാണ് എന്റെ കുഴപ്പം. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടി ഇരിക്കാൻ, അത് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടി ഇരിക്കാൻ, അത് വാക്യോട് അങ്ങോട്ട് വായിച്ചാൽ അത് വാക്യമെടുത്ത് തന്നെ അങ്ങോട്ട് വായിച്ച്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടി ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. 1:23 വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിക്കാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് ഉത്തമമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, അത്യുത്തമം. പൗലോസ് പറയുക, എനിക്ക് ജീവിക്കുന്നെങ്കിൽ ക്രിസ്തു, മരിക്കുന്നത് ലാഭം. അതെന്താ പൗലോസ് അങ്ങനെ പറഞ്ഞത്? കാരണം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പിശാചിനോടുള്ള വെല്ലുവിളികളും ഇതൊക്കെ വിട്ട് സ്വത്രം ക്രിസ്തുവിനോടുകൂടി, അല്ലെങ്കിൽ സ്വത്രം ആ സന്തോഷത്തിന്റെ അനുഭവത്തിൽ, ആ വിശ്രാമ സ്ഥലത്ത്, റെസ്റ്റ് ഇൻ പീസ് എന്നാണ് പറയുന്നത്. വിശുദ്ധന്മാരുടെ ആത്മാക്കൾ മരിച്ചു കഴിയുമ്പോൾ അവർ വിശ്രാമ സ്ഥലത്തേക്ക് പോകും. അവിടെ യാതൊരു അസ്വസ്ഥതകളും ഇല്ല. അവിടെ ശാന്തമായിട്ട് അവിടെ ആത്മാവ് വിശ്രമിക്കുകയാണ്. ഭൂമിയിലായിരിക്കുമ്പോൾ സഭകളെ കുറിച്ചുള്ള തിരക്ക്, മറ്റു പല വിവിധമായ ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും, സഹോദരന്മാരുള്ള ആപത്ത്, കള്ള സഹോദരന്മാരുള്ള ആപത്ത്, കാട്ടിലെ ആപത്ത്, വെള്ളത്താലുള്ള ആപത്ത്, മൃഗങ്ങളിലുള്ള ആപത്ത്, അങ്ങനെ വിവിധ നിലയിലുള്ള ആപത്തുകളും അനർത്ഥങ്ങളും ജീവിതത്തിൽ അടിക്കടി വന്നപ്പോൾ പൗലോസ് ചിന്തിച്ചു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിക്കുന്നത് അത്യുത്തമമല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ദുഷ്ടലോകത്ത് നിന്ന് നമ്മൾ മാറ്റപ്പെട്ട് ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുന്നതാണ് ഉത്തമമെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി ദാഹിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നവരായി നമ്മൾ തീരണം. ഇവിടെ പറയുന്നു, ഉയരത്തിലുള്ളത് അന്വേഷിക്കുകയും ഉയരത്തിലുള്ളത് ചിന്തിക്കുകയും ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടി ദൈവത്തിൽ മറഞ്ഞിരിക്കും. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടി തേജസ്സിൽ വെളിപ്പെടും. ആ ഭാഗം പറയാതെ എനിക്ക് കൊലോസ് ലേഖനത്തിലേക്ക് കയറാൻ കഴിയത്തില്ല. ഇനി 4-ാം വാക്യത്തിലേക്ക് വരിക. 4-ാം അധ്യായത്തിലേക്ക് വരുന്നു. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പിൻ. എങ്ങനെ ഈ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നത്? ഒരു വിഷയം നമ്മൾ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ അത് വിറ്റിരിക്കുക, സ്തോത്രത്തോടെ ജാഗരിക്കുക, ആ വിഷയം പറഞ്ഞ് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക. 1-2 പ്രാവശ്യമൊക്കെ നമ്മളൊരു വിഷയം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും ആ പ്രാർത്ഥന തന്നെ ചെയ്തുകൊണ്ടിരിക്കരുത്. ആ വിഷയം ഓർത്ത് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കർത്താവേ അവിടെ തന്ന സൗഖ്യത്തിനായി സ്തോത്രം, അവിടെ തന്ന വിടുതലിനായി സ്തോത്രം. ഇന്നൊരു വിഷയം, ഏതെങ്കിലും ഒരു ഗുരുതരമായ വിഷയം, ആ വിഷയത്തെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക, ജാഗരിച്ചുകൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ആ വിഷയം ഓർത്ത് ജാഗരിച്ചുകൊണ്ടിരിക്കുക. വിടുതൽ കിട്ടുന്നവരെയും ജാഗരിക്കുക. ഹല്ലേലൂയ. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാനായിട്ട് കർത്താവ് ഉപമ പറഞ്ഞത് എന്തുവാ? എല്ലാവർക്കും അറിയാമല്ലോ. ഒരു സ്ത്രീ ഒരു യജമാനന്റെ അടുക്കൽ ചെന്ന് പ്രതിക്രിയ നടത്തി, രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അയാൾക്ക് മനസ്സില്ലായിരുന്നു. സ്ത്രീ വന്ന് ബുദ്ധിമുട്ടിക്കൊണ്ട് എന്ത് ചെയ്തു? ഞാൻ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം പ്രതിക്രിയ നടത്തില്ല. എന്നിട്ട് കർത്താവ് പറയുന്നത്, ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന വൃതസ്ഥന്മാർ എല്ലാവരും കയറി പ്രാർത്ഥിച്ചാലും ദൈവം പ്രവർത്തിക്കത്തില്ല. ശിംശോൻ ഒരു വൃതസ്ഥനായിരുന്നു. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം വേർതിരിച്ച സ്വത്രം ശിംശോൻ, അല്പശക്തിയുള്ളവൻ, ദൈവകൃപയുള്ളവൻ, അരുതാത്ത കാര്യങ്ങളിലൊക്കെ പോയപ്പോ ശക്തി പോയി. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ലോകത്തിന്റെ തലയിൽ ഈ ദലീലയുടെ മടിയിൽ തലവച്ചുറങ്ങിയതിനെ കുറിച്ച് പണ്ട് പാസ്റ്റർ പ്രസംഗിച്ചതിനെ ഓർക്കുന്നുണ്ട്. ലോകമാകുന്ന ദലീലയുടെ മടിയിൽ തലവച്ച് കിടക്കുന്ന സഹോദര, അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ലോകത്തിൽ കിടക്കുകയാണ് ഇന്ന് പലരും. ഹല്ലേലൂയ. ശിംശോൻ ആരാ?
ആത്മശക്തിയുള്ളവനാ, ദൈവകൃപയുള്ളവനാ, വൃതസ്ഥനാ, നാസിന് വ്രതക്കാരൻ. ദൈവത്തിന്റെ പ്രവൃത്തികൾക്ക് വേണ്ടി ദൈവം അഭിഷേകം ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു ശിംശോനാണ്. പുതിയ നിയമസഭയിലെ വിശ്വാസികൾ വൃതന്മാരാണെന്ന് കൊലോസ് ലേഖനം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി കൊലോസ്യർ 3:12 നമ്മളും വൃതന്മാരാണ്. നമ്മളത് അറിയാതിരിക്കുക. ദൈവത്തിന്റെ വൃതന്മാര്. ശിംശോൻ മാത്രമല്ല വൃതസ്ഥൻ. ദൈവപ്രവൃത്തിക്ക് വേണ്ടി ദൈവം വേർതിരിച്ചതാണ്. സജിപ്പാസെ നിങ്ങളെ വൃതസ്ഥനായി, ദാസനെ നമ്മളൊക്കെ വേർതിരിച്ചിരിക്കുകയാണ്. ആ വൃതസ്ഥന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. തൊടേണ്ടതേ തൊടാവുള്ളൂ, ചെയ്യേണ്ടതേ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ എന്താ പറ്റും, ശക്തി ചോർന്നു പോകും. അത് ഒരു ദൂതാണ്. സ്തോത്രം, സ്തോത്രം. ഇവിടെ പറയുന്നു ഹല്ലേലൂയ, ഉയരത്തിലുള്ളത് ചിന്തിച്ച് ഉയരത്തിലുള്ളത് അന്വേഷിച്ചിരിക്കുമ്പോൾ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടി തേജസ്സിൽ വെളിപ്പെടും. ആ തേജസ്സിന്റെ ശരീരം കിട്ടി, രൂപാന്തര ശരീരം കിട്ടി, കർത്താവിനെ പോലെ ആയിക്കഴിയുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മാറുകയാണ്. ഹല്ലേലൂയ. ഞാൻ ചില സമയമൊക്കെ ചിന്തിക്കാറുണ്ട്, ഒരു രാവിലെ എണീറ്റ് കാപ്പി കുടിക്കണം, ദോശ തിന്നണം, ഉച്ചയാകുമ്പോൾ ചോറ് തിന്നണം, കഴിക്കണം, വൈകുന്നേരം ആകുമ്പോൾ കഴിക്കണം, പിന്നെ പല പല കാര്യങ്ങൾ, ഈ ലോകത്തിലെ കാര്യങ്ങൾ ചെയ്യണം, ശരീരത്തെ, ഭൗതിക ശരീരത്തെ നോക്കണം. കർത്താവ് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ പോയില്ല. ഇവന് വല്ലതും നോക്കണം, വല്ല ഉണ്ടോ, പിന്നെ വല്ല പ്രശ്നങ്ങളുണ്ടോ, പിന്നെ വല്ല തിന്നണം കുടിക്കണം എന്നുള്ള ചിന്തയുണ്ടോ? പണ്ടൊരു ഉപദേശി പറഞ്ഞു, സ്വർഗത്തിൽ ചെന്നാൽ കൈയും കെട്ടിയിരിക്കാന്ന്. പച്ചത്ത് പറഞ്ഞാൽ മതി കൈയും കെട്ടിയിരിക്കാന്ന്. അവിടെ രാപ്പകൽ അവന്റെ ദാസന്മാർ അവനെ ആരാധിച്ചുകൊണ്ടിരിക്കും. ദൂതന്മാർ വിശ്രമമില്ലാതെ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ പുതിയ നിയമസഭയും പഴയ നിയമസഭയും ദൈവമക്കൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു വ്യത്യാസവും ലിംഗവ്യത്യാസങ്ങളൊന്നുമില്ലാതെ ആത്മാവിലും സത്യത്തിലും ഇവിടെ ആരാധിച്ച് 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 ആത്മശക്തി പ്രാപിച്ചവർ അവിടെ ചെന്ന് ദൈവത്തെ നേരിട്ട് ആരാധിച്ചുകൊണ്ടിരിക്കും. അവന്റെ ദാസന്മാർ രാപ്പകലവനെ ആരാധിക്കും. ഇവിടെ ആരാധിച്ച് അതിന്റെ ശക്തി ഏറ്റെടുത്തവർക്കാണ് അവിടെ ചെന്ന് ആരാധിക്കാൻ പറ്റുന്നത്. അപ്പോ ഭൂമിയിലുള്ള ചിന്തിക്കാതെ ഉയരത്തിലുള്ള ചിന്തിച്ചു കിടന്നാലുള്ള ഗുണം എന്താ ഗുണം? ജീവനായി ക്രിസ്തു വെളിപ്പെടുമ്പോൾ തേജസ്സിന്റെ ശരീരത്തോടെ നമുക്ക് വെളിപ്പെടാനിടയായിത്തീരും. സ്തോത്രം, സ്തോത്രം. ഇനി അടുത്ത വാക്യത്തിലേക്ക് വരാം. ഞാൻ പെട്ടെന്ന് നിൽക്കുന്നില്ല, പെട്ടെന്ന് പോവാ. കൊലോസ് ലേഖനത്തിന്റെ അടുത്ത വാക്യം, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പിൻ. അടുത്ത എനിക്ക് ബന്ധനകാരണമായ ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം വചനത്തിന്റെ വാതിൽ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ടതുകൊണ്ട് അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. പൗലോസിന്റെ ഒരു റിക്വസ്റ്റ് ആണ് കൊലോസ്യ സഭയോട്. എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിലുകൾ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ടവണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവവചന പ്രഘോഷണത്തിന് വേണ്ടി ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വചനം വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. വചനത്തിലൂടെ കുറ്റങ്ങൾ കുറവുകൾ വെളിപ്പെടുത്തി തരാൻ പ്രാർത്ഥിക്കണം. ഇന്നിപ്പോ പ്രാർത്ഥന മുഴുവൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. എന്തനുഗ്രഹിക്കണം? പണ്ടൊരു പാസ്റ്റർ, ഇച്ചിരി ചെറുപ്പക്കാരനായ ഒരു പാസ്റ്റർ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നു, ഭയങ്കര പ്രസംഗം. അപ്പൊ ഒരു പ്രായമുള്ള ഒരു കർത്താവിന്റെ ദാസൻ അടുത്ത് ചെന്ന് ചെവി പറഞ്ഞ്, സഹോദര, ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുക. ലഫ്യസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം എല്ലാവർക്കും കാണാപ്പാടറിയാലോ അല്ലേ? സ്വർഗത്തിലെ സകല ആത്മീയഗ്രഹത്താൽ ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവാം ദൈവം. അപ്പൊ നമ്മെ അനുഗ്രഹിച്ചിരിക്കുക. യേശു ക്രിസ്തുവിലൂടെ നമ്മളെ അനുഗ്രഹിച്ചു കഴിഞ്ഞു. നിത്യമായ നരകാഗ്നിയിൽ കിടക്കേണ്ടെന്ന നമ്മളെ സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് എത്തുവാൻ ആത്മീകമായ ബ്ലെസ്സിങ് ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇനി അത് പ്രാപിച്ചെടുക്കുക. ആ ബ്ലെസ്സിങ് കഴിഞ്ഞെങ്കിലും അങ്ങ് ചെന്നെത്തണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് നമ്മൾ ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അതാണ് ഈ വചനം ജീവിക്കാൻ. ദൈവം ഇഷ്ടം ചെയ്യാന്ന് പറഞ്ഞാൽ അതാ എന്റെ കാര്യം. കർത്താവെ കർത്താവെ വിളിക്കുന്ന ഏവനുമല്ല സ്വർഗസ്നായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യത്തിൽ കിടക്കാൻ പിതാവിന്റെ ഇഷ്ടം ചെയ്യണം. യേശുക്രിസ്തുവിനോട് വഴി തുറന്നു തന്നു, ശരി. പക്ഷെ ആ പിതാവിന്റെ ഇഷ്ടം ചെയ്ത് ആ ക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ അനുസരിച്ച് ജീവിച്ച് ആ അവകാശം പ്രാപിച്ചെടുക്കാൻ ഈ ഭൂമിയിൽ നമ്മൾ കഠിനമായി അധ്വാനം ചെയ്യേണ്ടതായിട്ടുണ്ട്. ലോകത്തോടും ജഡത്തോടും പിശാചിനോടും പോരാടി ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ നമുക്ക് വളരെ അധ്വാനം ആവശ്യമുണ്ട്.
സ്വർഗത്തിലേക്ക് ആരും ദൈവം വെറുതെ ഒന്നും കയറ്റിക്കൊണ്ട് പോകത്തില്ല. കർത്താവ് തന്നെ പറഞ്ഞ വാക്യം കേട്ട് ഞാൻ പേടിച്ചിരിക്കുക. സ്വർഗരാജ്യത്തെ പറഞ്ഞാലോ, സ്വർഗരാജ്യത്തെ ബലാത്കാരികൾ ബലാത്കാരം ചെയ്യുന്നു. അടുത്തുകൂടി ബലാത്കാരികൾ അതിനെ പറയാൻ എത്ര മതി പിടിച്ചെടുക്കുക ചെയ്യുന്നേ. അത് എന്താ അതിന്റെ അർത്ഥം? ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പാൻ പോരാടുവിൻ. പലരും കടപ്പാൻ നോക്കും, കഴിയില്ലതാണ്. അപ്പൊ അത് പിടിച്ചെടുക്കുക. പോരാട്ടമുണ്ട്. ദൈവസഭയുടെ ഉത്പ്രാവണ സമയത്ത് പോലും സാത്താൻ ആകാശത്ത് പോരാടുമെന്നാ പുസ്തകം പറയുന്നത്. മീഖായേൽ വന്നിട്ട് എന്ത് ചെയ്യും? അതിനെ പോരാട്ടത്തെ അറുത്തുമാറ്റിയിട്ട് സഭ ശക്തിയോടെ മുമ്പോട്ട് പോകും. അപ്പൊ നമ്മൾ ഓരോരുത്തരും സ്വർഗത്ത് പോകാൻ വേണ്ടി പിശാചിന് ആഗ്രഹമില്ല. നമ്മുടെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മളെ വിടത്തിൽ നമ്മളെ പിടിച്ച് പുറകോട്ട് താഴോട്ട് വലിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. പണ്ടൊരു പാസ്റ്റർ പറഞ്ഞതാ, ഇങ്ങനെ മുട്ടുമേൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ഇരുന്ന് പൊങ്ങുകയല്ലേ, മുകളിലോട്ട് പോകുമ്പോൾ താഴോട്ട് ഒരു ശക്തി വലിക്കാനുണ്ടാവും. മുകളിലോട്ട് നമ്മൾ പോകണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നെങ്കിൽ താഴോട്ട് വലിയുണ്ട്. അത് ഈ ദുഷ്ട സാത്താന്റെ വലി നമ്മുടെ മേലുണ്ടാവും. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? പോരാടി വിജയം വരിക്കണം. അതിനാണ് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കേണ്ടത്. പ്രാർത്ഥനയിൽ പോരാടേണ്ടത് അതിനു വേണ്ടിയാണ്. ഓ ഹല്ലേലൂയ. ലോകം ജഡം പിശാചിനോട് പോരാടണം. എഫേസ്യ ലേഖനത്തിലെ പോരാടാൻ വേണ്ടി 7 സർവായുധ വർഗം പൗലോസ് കൽപ്പിച്ചു തന്നിട്ടുണ്ട്. സത്യമരയ്ക്ക് കെട്ടി, നീതി എന്ന കവചം ധരിച്ച്, സമാധാന സുവിശേഷ കാര്യം ചെരുപ്പാക്കി, സകല ദുഷ്ടന്റെ ക്രിയമ്പളെയും കെടുപ്പാൻ തക്കോണം വിശ്വാസം എന്ന പരിചയം, രക്ഷ എന്ന ശിരസ്ത്രവും, ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും, ഏത് നേരത്തെ ആത്മാവിൽ പ്രാർത്ഥിച്ചു. ഇത് നമ്മൾ ചെയ്യുന്നുണ്ടോ? പിശാചിനോട് പോരാടാൻ വേറെ ഒരു വഴിയില്ല. പിശാചിനോട് പോരാടാൻ എന്റെയും നിന്റെയും മാൻ പവർ പര്യാപ്തമല്ല. ഹല്ലേലൂയ. കർത്താവ് ഒന്ന് സഭയെടുത്തു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാന വിഷയം എന്താണ്? യേശുക്രിസ്തു ഈ ഭൂമിയിലെ ഭരണം ഏറ്റെടുക്കാം. അന്ന് മനുഷ്യന്റെ യാതൊരു ഐഡിയാസ് ഇവിടെ വില പോകത്തില്ല. ലോകരാഷ്ട്രങ്ങളെല്ലാം പല പ്രൊജക്ടുകൾ ചെയ്തു കൂട്ടി ഒരുക്കിയൊക്കെ വെക്കും. സഭ മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ 260 രാഷ്ട്രങ്ങൾ ഉണ്ടെന്നൊക്കെയാ പറയപ്പെടുന്ന. അതിൽ കൂടുതലുണ്ടോ കുറവുണ്ടോ എത്രയായാലും കുഴപ്പമില്ല. 260 രാഷ്ട്രങ്ങളെയും ഭരിക്കാനായിട്ട് ഒരൊറ്റ നേതാവ്, അതാണ് യേശുക്രിസ്തു. ഇപ്പൊ ലോകം മുഴുവൻ കിടുകിട ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുള്ളിയുണ്ട്. ആരാണ് പറഞ്ഞേ? നിങ്ങൾക്കൊക്കെ അറിയാം, ആളറിയാം, പറഞ്ഞു. ട്രംപ്. പുള്ളി എല്ലാത്തിനെയും കശാപ്പ് ചെയ്യുന്ന പറഞ്ഞു. പേടിച്ചിരിക്കുകയല്ല. ഇറാനും പേടിച്ചിരിക്കുക, മിഡിൽ ഈസ്റ്റ് രാഷ്ട്രങ്ങളും പേടിച്ചിട്ടിരിക്കുക. ഈ കിങ് മുൻപോലും പുള്ളി വിറച്ചിരിക്കുക. കാരണം പുള്ളി ആളെ ഇതൊക്കെയാണെന്ന് പറഞ്ഞാലും ട്രംപിനെ പേടിയില്ല. ഇറാൻ നേതാവിന് ഭയങ്കര പേടിയാണ്. കാരണം ഒന്ന് പറഞ്ഞ് രണ്ടിനും കശാപ്പ് ചെയ്യുന്ന പുള്ളിയാലും പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ പുള്ളി അതും ഇതൊക്കെ ചെയ്തു കളയും. യെരുശലേമിനെ സ്വത്രം ഇസ്രായേൽ മക്കളുടെ ആ ക്യാപിറ്റലായിട്ട് പ്രഖ്യാപിച്ചാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. അതിന്റെ പിന്നിലൊക്കെ ഒരു ദൈവോദ്ദേശം ഉണ്ടെന്നൊക്കെ പലരും പറയുന്നത് എനിക്കറിയില്ല. അതിനെ കുറിച്ച് ഈ കാര്യങ്ങൾ വെളിപ്പാട് കിട്ടിയിട്ടില്ല. എനിവേ, യഹൂദനും ദൈവമക്കൾക്കും ഒരു അനുകൂലവാദിയായിട്ട് തന്നെ നിൽക്കുക ഇദ്ദേഹം. സ്വത്രം. അത് നമുക്കൊരു ആശ്വാസമാണെന്ന് കരുതി കർത്താവിന്റെ വരലുണ്ടി ഒരുങ്ങാതെ നമ്മൾ ഇരിക്കരുത്. അതൊക്കെ അവിടെ ഒരു വശത്ത് കിടക്കും. നമ്മൾ കർത്താവിന്റെ വരലുണ്ടി ഒരുങ്ങിക്കൊള്ളണം. ട്രംപ് ഇവിടെ എന്തെങ്കിലും പരിപാടിയൊക്കെ കൊണ്ടുവച്ചാലും യേശുക്രിസ്തു വന്ന് ഭരണം ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ ട്രംപും ഇല്ല, കുമ്പും ഇല്ല, ഒന്നുമില്ല. പിന്നെ സകല നിയന്ത്രണവും അവന്റെ മേലായിരിക്കും. നിയമത്തെ കഠിനമാക്കുമെന്നാണ് വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുന്നത്. മറ്റു പല പ്രാവചന പുസ്തകങ്ങളൊക്കെ വായിച്ച് ഞാൻ പേടിച്ചിരിക്കുക. കാരണം സഭ മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ, ഞാനെങ്ങാനും കൈവിടപ്പെട്ടു പോയാൽ, നമ്മളാരെങ്കിലും കൈവിടപ്പെട്ടു പോയാൽ, പിന്നെ ഇവിടുത്തെ നിയമം മോദിയും ട്രംപും ലോകരാഷ്ട്ര നേതാക്കന്മാരല്ല ചെയ്യുന്നത്. യേശുക്രിസ്തുവാണ് ഈ ലോകത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത്. ദൈവമക്കൾ മനസ്സിലാക്കണം. രസകരമായ പല വിഷയങ്ങളുണ്ട്. 260 രാഷ്ട്രങ്ങളിലുള്ളവർക്ക് എത്ര ഭാഷയുണ്ട്? ഇന്ത്യയിൽ തന്നെ 2500 ഭാഷയുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ലോകം മുഴുവൻ നോക്കുമ്പോൾ ആയിരക്കണക്കിന് ഭാഷയുണ്ട്. ഈ എല്ലാ ഭാഷകളിലും യേശുക്രിസ്തു ഭൂമിയിലായിരിക്കുന്ന ജനത്തിനോട് അവന് സംസാരിക്കാൻ കഴിയും. അതിന് ഒരു ഉദാഹരണം നമ്മുടെ അമേരിക്കയിലെ ഏറ്റവും വലിയൊരു ലേഡി ഉണ്ട്, അതിന്റെ പേരങ്ങ് മറന്നുപോയി. അവരുടെ പ്രസംഗം നമ്മൾ കേൾക്കുമ്പോൾ മലയാളത്തിൽ പ്രസംഗിക്കുന്നതായിട്ട് നമുക്ക് കേൾക്കാൻ കഴിയും. സാധാരണ ഇംഗ്ലീഷുകാരിയാണ്, പക്ക USA കാരിയാണ് പുള്ളിക്കാരി. പക്ഷെ പ്രസംഗം പച്ച മലയാളത്തിലാണ്.
അപ്പൊ ലാംഗ്വേജ്, ഏത് ലാംഗ്വേജിലും പ്രസംഗിക്കാൻ ഇന്ന് കഴിയും. പെട്ടെന്ന് സെക്കൻഡ് കമ്പ്യൂട്ടർ സിസ്റ്റം വെച്ച ലാംഗ്വേജിനെ മാറ്റിമറിക്കാൻ കഴിയും. യേശുക്രിസ്തു എല്ലാവരോടും സംസാരിക്കും, എല്ലാവരോടും ഇടപെടും, എല്ലാവർക്കും നിയമം കഠിനമാക്കും. ഇന്ന് കാണുന്ന മാനുഷിക നിയമങ്ങളെല്ലാം മാറിയിട്ട് യേശുക്രിസ്തുവിന്റെ നിയമം ഈ ഭൂമിയിൽ നടപ്പിലാകാൻ പോകുന്നു. കർത്താവ് ഒന്ന് സഭയെടുത്താൽ ഒരൊറ്റയെണ്ണം ഇവിടെ കടന്നു പോകരുത്. നമ്മളെല്ലാം കാഹളം തൊലിക്കുമ്പോൾ രൂപാന്തരം പ്രാപിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ വാനമേഘങ്ങളിൽ എടുക്കപ്പെടണം. അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം കൊണ്ട് യാതൊരു പ്രയോജനമില്ല. ഇതിനിടയ്ക്ക് കയറി വന്നുകൊണ്ട് പറഞ്ഞു പോയതാ, എനിക്ക് ബന്ധനകാരണമായ ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിലുകൾ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ടവണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പേൻ. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 19-20 കൂടി ഈ വാക്യത്തോട് അനുബന്ധിച്ചൊന്ന് വായിച്ചാൽ നന്നായിരുന്നു. എഫേസ്യ ലേഖനം 6-ന്റെ 19-20. സമയത്തിന്റെ ദൗർലഭ്യം കൊണ്ട് നിങ്ങൾ വായിച്ചു. ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിക്കുവാൻ എന്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിന് ഞാൻ സംസാരിക്കേണ്ടവണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ട പ്രാർത്ഥി. പൗലോസിന് ആ പ്രാർത്ഥന ആവശ്യമുണ്ട്. ഞങ്ങളൊക്കെ ദൈവവചനം പ്രസംഗിക്കാൻ വരുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവിക മർമ്മങ്ങൾ വെളിപ്പെടുത്തുവാൻ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ മർമ്മം വെളിപ്പെടുത്തണം. എന്താണ് ക്രിസ്തുവിന്റെ മർമ്മം? ഇവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്, ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിലുകൾ തുറന്നു തരേണ്ടതിനെ പ്രാർത്ഥിക്കണം. ക്രിസ്തുവിന്റെ മർമ്മം എന്താണ്? 2 തിമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 8, 9, 10 വാക്യങ്ങൾ ദയവായിട്ടൊന്ന് വായിക്കാം. 2 തിമോഥെയോസ് 2-ന്റെ 8, 9, 10 വാക്യങ്ങൾ. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ, അതാകുന്നു എന്റെ സുവിശേഷം. ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷമാണ് ദൈവത്തിന്റെ മർമ്മം. ഹല്ലേലൂയ. സുവിശേഷത്തിലാണ് ദൈവത്തിന്റെ ശക്തി ഇരിക്കുന്നത്. സുവിശേഷം കൊണ്ടാണ് മനുഷ്യന് രക്ഷയുള്ളത്. യേശു ക്രിസ്തുവിലൂടെയാണ് ആദാമ്യ പാപനിമിത്തം മരിച്ചു കിടക്കുന്ന സകല മാനവ ജാതികൾക്കും രക്ഷയുള്ളത്. യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ്. അതാണ് ദൈവത്തിന്റെ മർമ്മം. ഹല്ലേലൂയ. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ, അതാകുന്നു എന്റെ സുവിശേഷം. അത് അറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവൃത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു. ഹല്ലേലൂയ. അടുത്തത്, ദൈവവചനത്തിനോ ബന്ധനമില്ല, അതുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ള രക്ഷ നിത്യ തേജസ്സോടുകൂടി വൃതന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സകലതും സഹിക്കുന്നു. ഹല്ലേലൂയ. പൗലോസ് കഷ്ടം സഹിക്കുന്ന എന്തിനാ? ക്രിസ്തുയേശുവിലുള്ള രക്ഷ നിത്യ തേജസ്സോടുകൂടി വൃതന്മാർക്ക് കിട്ടണം, മറ്റുള്ളവർക്ക് കിട്ടണം, ദൈവമക്കൾക്ക് കിട്ടണം. അതിനുവേണ്ടി കഷ്ടം സഹിക്കുക. ഇന്ന് കഷ്ടം സഹിക്കുന്ന ശുശ്രൂഷകന്മാരുണ്ടോ? കഷ്ടം സഹിക്കുന്ന ദൈവമക്കളുണ്ടോ? കഷ്ടത വേണ്ടെന്ന് പറയുന്നവരല്ലേ? കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നു എന്ന് പറഞ്ഞ് കഷ്ടങ്ങളിലും പ്രശംസിച്ച ശിഷ്യഗണങ്ങൾ എവിടെ കിടക്കുന്നു ദൈവമക്കളെ? ഇന്നത്തെ നമ്മുടെ ചിന്താഗതിയും അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന ഡിസൈപ്പിൾ കർത്താവിന്റെ ശിഷ്യന്മാരുടെ ചിന്താഗതി എവിടെ കിടക്കുന്നു? കഷ്ടതകളിലൂടെയാണ് നമ്മൾ തെളിഞ്ഞു വരുന്നത്. കഷ്ടതയിലൂടെയാണ് നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നത്. ദൈവരാജ്യം ഭക്ഷണം പാനീയമല്ല, നീതി, സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം നമുക്കുണ്ടാകണമെങ്കിൽ നമ്മൾ കഷ്ടതയിലൂടെ കടന്നുപോയി ആത്മീകമായ തികവുണ്ടാകണം. അപ്പോഴാണ് ആത്മാവിൽ സന്തോഷിക്കാനായിട്ട് നമുക്ക് കഴിയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനി എൻ്റെ 5-ാം വാക്യത്തിലേക്ക് വരാം. 5-ാം വാക്യത്തിലേക്ക്. സോറി, 1 കൊലോസ്യർ 3-5. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോട് വരും. അപ്പൊ ഇവിടെ പൗലോസ് പറയുന്ന ഏറ്റവും പ്രധാനം സമയം തക്കത്തിൽ ഉപയോഗിക്കുക. നമ്മുടെ മുൻപിൽ ഇനി സമയമില്ല. ഹല്ലേലൂയ. സമയം, ഈ ദൈവത്തിന്റെ പദ്ധതി ഘടികാരം അതിന്റെ അതിവേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുക.
ക്ലിപ്ത സമയം പിതാവിന്റെ തിരുഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന ആ സമയം കർത്താവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുകയും സഭ എടുക്കപ്പെടുകയും ചെയ്യും. നമുക്കറിയത്തില്ല എപ്പോഴാണ്. അതുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന സമയത്തെ നമ്മൾ എന്ത് ചെയ്യണം? തക്കത്തിൽ ഉപയോഗിച്ചു. എല്ലാവരും പേർക്ക് നാളെ ആകട്ടെ പിന്നീട് നോ, അതിനുള്ള സാവകാശം പിന്നെ നമ്മളെ ഉപയോഗിക്കും. സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുക. സാത്താൻ നമ്മളെ വഞ്ചിക്കും, സാത്താൻ നമ്മളെ ചതിക്കും. ഇന്ന് പ്രാർത്ഥിച്ചും ഇന്ന് വചനം ധ്യാനിച്ചും ഇന്ന് ദൈവസ്ഥലിരുന്ന് സ്തോത്രം പ്രാപിച്ചെടുക്കേണ്ട അനുഗ്രഹം നാളെ നമുക്ക് കിട്ടുന്നില്ല. നാളെ ഏതെങ്കിലും ഊരാ കുടുക്കിക്കൊണ്ടിടും പിശാചുകളെ. ഇത് ദൈവമക്കൾ പ്രാർത്ഥിക്കാൻ സമയമില്ല, വചനം ധ്യാനിക്കാൻ സമയമില്ല. ഞാൻ ചോദിക്കട്ടെ, രാവിലെ എനിക്ക് കാപ്പി കുടിക്കാൻ സമയമില്ലെന്ന് ആരെങ്കിലും പറയൂ? ഉച്ചയ്ക്ക് എനിക്ക് ചാപ്പാട് കഴിക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല, ഞാൻ കഴിക്കുന്നില്ല, അതിനേക്കാളും ബിസിയാന്ന് ആരെങ്കിലും പറയൂ? വൈകുന്നേരം കിടക്കാൻ നേരത്ത് ഇന്ന് ഭക്ഷണമൊന്നും വേണ്ട, സമയമില്ലാതെ ഞാൻ കഴിക്കാനും പറയും. 3 നേരം സമയം നോക്കി വെച്ച് കഴിക്കുക. എന്റെ കാര്യം പറയാൻ സമയം നോക്കിയിരിക്കുക, 1 മണിയാകുമ്പോൾ എല്ലാം കഴിക്കാൻ. കാരണം ശരീരം ബലഹീനമായപ്പോൾ എന്തെങ്കിലും കഴിക്കണമല്ലോ. അത് നല്ല കാര്യം, അത് ദൈവം വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. എന്നാൽ അതുപോലെ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥന, ദാവീദിന്റെ പ്രാർത്ഥനയാണ് ഞാൻ അതിന് മാതൃകയായിട്ട് എനിക്ക് ഹൃദയത്തിൽ കർത്താവ് പണ്ട് തന്നത്. ഞാൻ ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കും. ദാവീദ് എന്ന് പറഞ്ഞു, ഞാൻ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരത്തും സങ്കടം ബോധിപ്പിച്ച് കരയുന്ന എത്ര പേരുണ്ട്? സങ്കടം ബോധിപ്പിച്ച് കരയുന്ന എത്ര പേരുണ്ട്? അവൻ പാപം ചെയ്തിട്ടും ദൈവം അവനെ വെട്ടിക്കളയാതിരുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? അവൻ ദൈവസ്ഥയിൽ ഇരുന്ന് ജാഗരിക്കുകയും നിലവിളിക്കുകയും കരയുന്നത് നിമിത്തം എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തു. മാത്രമോ, ദാവീദിന്റെ സിംഹാസനത്തിൽ രാജാവായി ദൈവപുത്രൻ വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, സമയം കിട്ടുമ്പോൾ പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല, രാവിലെ ഉച്ചയ്ക്കും സമയം മാറ്റി വെച്ച് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ.